മുകേഷ് എംഎൽഎക്കെതിരായ ബലാത്സംഗ കേസിൽ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കുറ്റപത്രം പരാതിക്കാരിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും ലഭിച്ചു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സഹിൻ ആന്റണി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ അത് നിഷേധിക്കുകയായിരുന്നു എംഎൽഎയും നടനുമായ മുകേഷ് ചെയ്തത്. ഇപ്പോൾ തെളിവുകളുമായി വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം കോടതിയിലെത്തിയിരിക്കുകയാണ്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? അതുതന്നെയാണ് ലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പൂർണ്ണമായും തള്ളുന്നൊരു സമീപനമായിരുന്നു മുകേഷ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ നടി ഒരു ഘട്ടത്തിൽ പോലും ഈ പരാതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അവർക്കെതിരെ നിരവധി പരാതികൾ, നടിക്കെതിരെ തന്നെ കള്ളക്കേസുകൾ എടുക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ സങ്കടം പറഞ്ഞുകൊണ്ടായിരുന്നു നടി ഈ കേസിൽ നിന്ന് പിൻവാങ്ങുന്നതായി അറിയിച്ചിരുന്നത്. എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ മുകേഷിനെതിരെ, നടൻ മുകേഷ് എംഎൽഎക്കെതിരെ തെളിവുണ്ട്, ഡിജിറ്റൽ തെളിവുകളുണ്ട്, വാട്സപ്പ് ചാറ്റുകളുണ്ട് എന്നെല്ലാമാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. കോടതി ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ശക്തമായി തന്നെ നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, വാദപ്രതിവാദങ്ങൾ ശക്തമായി തന്നെ ഉണ്ടാകും. മുകേഷ് എംഎൽഎ പൂർണ്ണമായും ഇതിനെ തള്ളുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. എന്നാൽ നടി ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. അവർ പറയുന്നത് അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് നടൻ മുകേഷ് എംഎൽഎ തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു അവരുടെ പരാതി. ആ പരാതിയാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുകയും പിന്നീട് അത് സംബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിക്കുകയും എല്ലാം ചെയ്തത്. ഈ ഘട്ടത്തിൽ നടൻ മുകേഷ് എംഎൽഎയുടെ അറസ്റ്റ് അടക്കം പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നെല്ലാം മുകേഷ് ഇതിനെ പൂർണ്ണമായും തള്ളുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. പക്ഷേ കൂടുതൽ തെളിവുകൾ, അത് സംബന്ധിച്ചുള്ള കൂടുതൽ ചാറ്റുകളെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആലുവയിലുള്ള നടി മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെയായിരുന്നു പരാതി നൽകിയിരുന്നത്. ആ കേസുകളിൽ മുകേഷ് എംഎൽഎയുടെ ബലാത്സംഗ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. ഇന്നലെയായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ പരിശോധനകൾ നടത്തി. ആ പരിശോധനകൾക്കൊടുവിലാണ് ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. ഏതായാലും മുകേഷ് എംഎൽഎക്കെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് നടന്ന ചാറ്റുകളും ഒപ്പം തന്നെ വാട്സപ്പ് സന്ദേശങ്ങളും എല്ലാം നടി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ലാല്, സഹിൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ വന്ന പ്രതികരണങ്ങളിലൊന്ന് ഈ ആരോപണം ഉന്നയിക്കുന്ന തീയതിക്ക് ശേഷവും ഇവർ തമ്മിലുണ്ടായിരുന്ന സൗഹൃദങ്ങൾ തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള ചാറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അത്തരം വിഷയങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. വളരെ സൗഹാർദ്ദപരമായിരുന്നു സമീപനം എന്നാണ്. അതിനുശേഷം വന്ന ഈ ആരോപണത്തിന് പിന്നിലുള്ള സൂചനകളെക്കുറിച്ച്, ദുസൂചനകളെക്കുറിച്ച് തനിക്കറിയില്ല എന്നുള്ളതായിരുന്നു മുകേഷ് എംഎൽഎയുടെയും കമൻറ്റ്. അത്തരം ചാറ്റുകൾ തന്നെയാണോ കണ്ടെത്തിയിരിക്കുന്നത്, അതോ നിലവിലുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ തെളിവുകളാണോ SITയുടെ കയ്യിലുള്ളത്? അതായത് പല രീതിയിലുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മുകേഷ് എംഎൽഎ തന്നെ പറഞ്ഞിരുന്നു തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമമാണിത്, തന്നെ സമൂഹ മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണിത് എന്നുള്ള പറഞ്ഞിരുന്നു. പക്ഷേ അന്നും നടി പറയുന്നത് തനിക്ക് തെളിവുകൾ ശേഖരിക്കണമായിരുന്നു, അതുകൊണ്ട് തന്നെ നടത്തിയ ഒരു തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായായിരുന്നു ഈ ചാറ്റുകളെല്ലാം ഒന്ന്. മാത്രമല്ല, ബലാത്സംഗം ചെയ്യുന്നത് ഈ ചാറ്റുകൾ നടന്നതിന് മുൻപാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള തെളിവുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ത്രീയോട് മുകേഷ് എംഎൽഎ മോശമായി സംസാരിക്കുന്നതും ഒപ്പം തന്നെ ഇത് സംബന്ധിച്ചുള്ള തെളിവുകളുമാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഡിജിറ്റൽ ചാറ്റുകൾ, ഡിജിറ്റൽ സന്ദേശങ്ങൾ, ഇതെല്ലാം തന്നെ വാട്സപ്പ് സന്ദേശങ്ങൾ അടക്കമുള്ളവ ഈ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. നടിയോട് മോശമായ രീതിയിൽ സംസാരിക്കുന്ന ചാറ്റുകളാണ് ഏറെയും സമർപ്പിക്കാൻ കഴിഞ്ഞത്. അതും ഈ പറയുന്ന ബലാത്സംഗം നടക്കുന്ന തീയതിക്ക് മുൻപുള്ള കാര്യങ്ങളാണ് ഏറെയും കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് നമ്മോടൊപ്പം കോൺഗ്രസ് നേതാവ് കൂടിയായ ബിന്ദു കൃഷ്ണ ഇപ്പോൾ ചേരുന്നുണ്ട്. ബിന്ദു കൃഷ്ണ, നിലവിലുള്ള ഡിജിറ്റൽ തെളിവുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെയല്ല, കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. MLA സ്ഥാനമടക്കം രാജിവെക്കുന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന അഭ്യൂഹങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ തെളിവുകളുടെ അഭാവമില്ല എന്നുള്ള സൂചനയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. തീർച്ചയായും കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം ഇന്ന് മാധ്യമങ്ങളിലൂടെയാണ് അറിയാൻ കഴിഞ്ഞത്. കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം കേട്ടതിൽ നിന്ന്, വായിച്ചാലേ കൃത്യമായി പറയാൻ കഴിയൂ, എങ്കിൽ പോലും കേട്ടുള്ള അറിവിൽ നിന്ന് കുറ്റാന്വേഷണം നേരായ വഴിക്ക് നടന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ അങ്ങനെ എളുപ്പം നേരായ വഴിയിലൂടെ ഈ കേസിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുക പ്രയാസമാണ്.
ശ്രീ എം മുകേഷ് MLA ആരോപണ വിധേയനായതിനു ശേഷം 376 കേസിൽ റേപ്പ് കേസിൽ ആരോപണ വിധേയനായതിനു ശേഷം അദ്ദേഹത്തിന് കേരള പോലീസ് ഒരുക്കിയ സംരക്ഷണങ്ങൾ ഓരോന്നും അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നതായിരുന്നു. ഈ എം മുകേഷിനെ പോലെയുള്ള ഭരണകക്ഷി നേതാക്കന്മാരല്ലാതെ ഒരു സാധാരണക്കാരായ ആളുകൾ ഇത്തരം കേസുകളിൽ പ്രതിയായാൽ നടപ്പാക്കുന്ന നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിക്കാൻ പോലീസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, സംരക്ഷണ കവചമൊരുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഈ വാർത്ത അറിയുമ്പോൾ, ഈ പ്രശ്നം വരുമ്പോൾ നാട്ടിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ വീട്ടിൽ 2-3 ദിവസം പോലീസ് അദ്ദേഹത്തിന് കാവൽ നിന്നു. നോൺ ബെയിലബിൾ കേസിലെ പ്രതിയാണെന്ന് ആലോചിക്കണം. FIR രജിസ്റ്റർ ചെയ്താൽ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട അത്രയും ഗുരുതരമായ കേസിൽ പ്രതിയായിട്ടുകൂടി കേരള പോലീസ് ശ്രീ മുകേഷിനെ സംരക്ഷിച്ചു. അദ്ദേഹം മാധ്യമങ്ങളുടെയും പോലീസിന്റെയും മുന്നിൽ കൂടി കൊച്ചിയിൽ പോയി അഭിഭാഷകനെ കണ്ടു. അതിനുശേഷം മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദമൊക്കെ കേട്ട് വിധി വരാൻ ആഴ്ചകളെടുത്തു. ഈ ആഴ്ചകളിലൊക്കെ തന്നെ കേരള പോലീസ് ഒരു വീര പരിവേഷമുള്ള ഒരാളിന് സംരക്ഷണം കൊടുക്കുന്നത് പോലെ മുകേഷിന് സംരക്ഷണം കൊടുത്തു. അവസാനം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടി. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം മരട് പോലീസ് സ്റ്റേഷനിൽ എത്തി അറസ്റ്റ് രേഖപ്പെടുത്തി തിരികെ പോകാനുള്ള സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കേരള സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കുമ്പോൾ അവർ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചും ഒക്കെ പ്രവർത്തിക്കേണ്ടവരാണ്. പക്ഷേ നാട്ടിലുള്ള നിയമങ്ങളെല്ലാം കാട്ടിപ്പറത്തി വനിതാ IPS ഉദ്യോഗസ്ഥന്മാരടക്കം മുകേഷിനെ സംരക്ഷിക്കാൻ കാണിച്ച ജാഗ്രതയും അമിത ഉത്സാഹവും കണ്ട് അക്ഷരാർത്ഥത്തിൽ നിയമവൃത്തങ്ങൾ ഞെട്ടുകയാണുണ്ടായത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരും ആശ്ചര്യത്തോടെ നോക്കി എങ്ങനെ ഈ നിയമത്തെ വളച്ചൊടിക്കാൻ വനിതാ IPS ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നു എന്നുള്ളത്. അത് സ്വാഭാവികമായും ഈ കേസ് മാത്രമല്ല, IPC 376 കേസ് മാത്രമല്ല, വടക്കാഞ്ചേരിയിൽ പോലീസ് സ്റ്റേഷനിൽ IPC 354 കേസിൽ പ്രതിയായിരുന്നു ആ സമയം. ആ കേസിൽ ഒരു ജാമ്യം പോലും മുകേഷ് എടുത്തില്ല. എന്നിട്ടും മുകേഷിനെ ആ കേസിൽ അറസ്റ്റ് ചെയ്യാനോ വടക്കാഞ്ചേരി പോലീസിനോ കൈമാറാനോ പക്ഷെ SIT തയ്യാറായില്ല. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ അതീവ രഹസ്യമായി, അതായത് SIT ടീമിലുള്ള ഒരു ലേഡി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ആ സ്റ്റേഷനിലുണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും മുകേഷ് പോലീസ് സ്റ്റേഷനിൽ വരുന്നു എന്ന വാർത്ത രഹസ്യമാക്കി വെച്ച് അദ്ദേഹത്തിന് ജാമ്യം എടുക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നിഷ്കളങ്കമായി കേരള പോലീസ് മുകേഷിനെതിരെയുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ നിയമ നടപടികളെ കൃത്യമായി നടപ്പാക്കും. പ്രോസിക്യൂട്ടർ, ഇടതുപക്ഷ അനുഭാവിയായ പ്രോസിക്യൂട്ടർ നല്ല രീതിയിൽ കേസ് നടത്തും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല. അതായത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും ഡിജിറ്റൽ തെളിവുകളുണ്ടെങ്കിലും നീതിയുക്തമായ ഒരു നടപടി ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ ബിന്ദു കൃഷ്ണയുടെ വാക്കുകളിലുള്ളത്. എന്ത് തന്നെയാണെങ്കിലും എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ഡിജിറ്റൽ തെളിവുകൾ, വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും അടങ്ങുന്ന ഡിജിറ്റൽ തെളിവുകൾ അടക്കം വെച്ചുകൊണ്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്.